നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് മാരുതി സുസുക്കി സെലേറിയോ രണ്ടെണ്ണമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ് എന്ന് വെച്ചാൽ 2017 മോഡൽ VXI ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആഷ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015-16 രജിസ്റ്റേർഡ് സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ പറഞ്ഞാൽ എത്ര ഓടിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടും ഓട്ടോമാറ്റിക്കാണ്. അതൊരു എടുത്ത് പറയുന്നത് രണ്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ്. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണെന്നൊക്കെ പറഞ്ഞുതരാം. അതിനൊക്കെ മുമ്പ് രണ്ട് വാഹനങ്ങൾ കണ്ടുവരാം കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് രണ്ട് സെലേറിയോ ഞാൻ എത്തിക്കുകയാണ്. സെലേറിയോ എന്ന് പറയുമ്പോൾ ഈ രണ്ടിനും പ്രത്യേകം വെച്ചാൽ രണ്ടും ഓട്ടോമാറ്റിക് വണ്ടികളാണ്. രണ്ട് ഓട്ടോമാറ്റിക് സെലേറിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. വൈറ്റ് കാണുന്നത് 2017 മോഡലും നിങ്ങൾ ഈ കാണുന്ന ആഷ് കളർ കാണുന്നത് 2015-16 രജിസ്റ്റേർഡ് വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. എല്ലാ ഭാഗങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. സെലേറിയോ വാഹനങ്ങളുടെ പ്രത്യേകം വെച്ചാൽ നമുക്കൊരു അധികം ബഡ്ജറ്റൊന്നുമില്ല, പക്ഷേ ഒരു ഓട്ടോമാറ്റിക് വണ്ടി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് സെലേറിയോ ക്വിഡ്. ഇതൊക്കെ ഏകദേശം ആ ഒരു സെയിം കാറ്റഗറി. ടിയാഗോ ഇതൊക്കെ ഒരു സെയിം കാറ്റഗറി തന്നെ വരുന്ന വാഹനങ്ങളാണ് കേട്ടോ. വണ്ടിയുടെ ക്വാളിറ്റിയാണ് അടുത്ത ഹൈലൈറ്റ്. കാരണം ഈ രണ്ടിനും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രേ കളർ വണ്ടി. പിന്നെ ZXI ആണ്. അപ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന വണ്ടി. അതേപോലെ തന്നെ നമുക്കിനി വൈറ്റിലേക്കൊന്ന് പോയേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് രണ്ട് വാഹനങ്ങളുടെ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ കിടക്കുന്ന രണ്ട് വാഹനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് നോക്കി വൈറ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോയേക്കാം. ഇതിപ്പോൾ 2017 മോഡൽ AMT ഗിയർ ബോക്സ് വന്നിരിക്കുന്ന വാഹനമാണ്. ടയറും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ നമുക്കിനി ലിഡിലേക്ക് വരാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻ്റോ കാര്യങ്ങൾ അതൊക്കെ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ബമ്പേഴ്സായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടുത്തെ ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പായാലും നല്ല നീറ്റായിരിക്കുന്ന ഫോഗ് ലാമ്പ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ വീലാസ് നോക്കാം. വീലാസ് നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊന്നും ടയേഴ്സ് വെക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വിൻഡോസിലേക്ക് പോവാം. വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. ഓട്ടോ ഗിയർ ഷിഫ്റ്റിൻ്റെ ബാഡ്ജും കാണാൻ പറ്റും. VXIയുടെ ബാഡ്ജും കാണാൻ പറ്റും. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ബമ്പേഴ്സ് വന്നിരുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസായാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പുത്തൻ വണ്ടി കാണുന്നതിനാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇരിക്കുന്നത്. അതേപോലെ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ് കവേഴ്സൊക്കെ എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഗിയർ നോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിരിക്കും ഡോർ പാഡ്സ് കാണാൻ പറ്റും. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലെഗ് റൂം ആയാലും ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് വാങ്ങിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ശേഷം ഇതിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്തേക്കാം. ലിഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനൊക്കെ മുമ്പ് തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രേ കളർ സെലേറിയോ നോക്കിയേക്കാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ലിഡിലേക്ക് വരാം. ലിഡായാലും ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ലിഡിൽ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാമ്പായാലും നല്ല നീറ്റായിരിക്കുന്ന ഫോഗ് ലാമ്പും കൂടെ കാണാം. ഫ്രണ്ടിലെ ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ഈ സൈഡ് പോർഷൻ നോക്കാം. അതേപോലെ നമുക്കിനി വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിൽ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡോർ നോക്കുമ്പോഴേക്ക് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഡോർ പാഡ്സും നീറ്റായിട്ടിരിക്കുന്നു. ഇൻറ്റീരിയർ സ്പേസും നോക്കാം. സീറ്റൊക്കെ ഒറിജിനൽ കമ്പനി സീറ്റ്സ് തന്നെ വന്നേക്കണേ.
എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്, കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ഗിയർ നോബ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഡാഷ്ബോർഡ് ആയാലും നല്ല നീറ്റ് ആയിരിക്കും ഡാഷ്ബോർഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സീറ്റ്സൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, നല്ല ന്യായമായിട്ടുള്ളൊരു സ്പേഷ്യസ് വാഹനമാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം. നമുക്കിനി ഈ രണ്ട് വാഹനങ്ങളുടെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗ്രേ കളർ വണ്ടിയിലേക്ക് പോയേക്കാം. എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. കണ്ടോ, അപ്പോൾ ബാറ്ററിയൊക്കെ നോക്കാം. പവർഫുൾ ബാറ്ററിയാണ്, ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്കിനി ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല നീറ്റ് അടയ്ക്കുന്ന ലിഡ്, ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിൽ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് വൈറ്റിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് പോയേക്കാം. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വൈറ്റ് സെലേറിയോൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സൈഡിൻ്റെ ബാറ്ററി വന്നേക്കണം. പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ജ് സൈഡ് നോക്കാം, ലിഡും നോക്കാം. ലിഡിനും യാതൊരു രീതിയിലുള്ളൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് വാഹനങ്ങളുടെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രണ്ട് വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് നടന്നേക്കാം. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റിലേക്ക് മണക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെ റേറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേ കളർ സെലേറിയോൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചാൽ 4,68,000 രൂപയാണ്. കിലോമീറ്റർ 22,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ ഒരു വൈറ്റ് സെലേറിയോൻ്റെ ആസ്കിങ് പ്രൈസ് സെയിം തന്നെ 4,61,000 രൂപ. ഇതും കിലോമീറ്റേഴ്സ് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ സാധാരണ മെസ്സേജോ അയക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. വണ്ടി ഇറക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ന്യൂമറസ് കാർസ് ആൽവ ന്യൂമറസ് കാർ ഷോറൂമിൽ വണ്ടി ഇറക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നു. ചാനൽ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബ് നോക്കിയിട്ട് അപ്ഡേറ്റ് കാണാം. താങ്ക് യു.